അതായത് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപം നടന്ന ഈസ്റ്റ് ഡൽഹിയിലെ മുസ്തഫാബാദ് നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 50% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലമാണ്. പക്ഷേ ആ നിയോജക മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത് മോഹൻ സിംഗ് ബിഷ്താണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 17,578 വോട്ടാണ്. അവിടെ പരാജയപ്പെട്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി 67,637 വോട്ട് നേടി. അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ അവിടെ മൂന്നാം സ്ഥാനത്തുള്ള ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദൽ മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാം മതത്തെ രക്ഷപ്പെടുത്താൻ നടക്കുന്ന വർഗീയ പിന്തിരിപ്പൻ രാഷ്ട്രീയ പ്രസ്ഥാനമായ മജ്ലിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ച മുഹമ്മദ് താഹിർ ഹുസൈൻ അദ്ദേഹം നേടിയിരിക്കുന്നത് 33,474 വോട്ടുകളാണ്. അപ്പോൾ 55ഓളം നിരപരാധികളെ കൊല്ലപ്പെട്ട ഒരു വർഗീയ കലാപത്തിലൂടെ കൊല്ലപ്പെട്ട ഒരു നിയോജക മണ്ഡലത്തിൽ BJP ഏത് തരേനയും പരാജയപ്പെടേണ്ട ഒരു മണ്ഡലത്തിൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഭിന്നിപ്പിച്ചുകൊണ്ട്, അതായത് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപം നടന്ന ഈസ്റ്റ് ഡൽഹിയിലെ മുസ്തഫാബാദ് നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 50% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലമാണ്. പക്ഷേ ആ നിയോജക മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത് മോഹൻ സിംഗ് ബിഷ്താണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 17,578 വോട്ടാണ്. അവിടെ പരാജയപ്പെട്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി 67,637 വോട്ട് നേടി. അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ അവിടെ മൂന്നാം സ്ഥാനത്തുള്ള ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദൽ മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാം മതത്തെ രക്ഷപ്പെടുത്താൻ നടക്കുന്ന വർഗീയ പിന്തിരിപ്പൻ രാഷ്ട്രീയ പ്രസ്ഥാനമായ മജ്ലിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ച മുഹമ്മദ് താഹിർ ഹുസൈൻ അദ്ദേഹം നേടിയിരിക്കുന്നത് 33,474 വോട്ടുകളാണ്. അപ്പോൾ 55ഓളം നിരപരാധികളെ കൊല്ലപ്പെട്ട ഒരു വർഗീയ കലാപത്തിലൂടെ കൊല്ലപ്പെട്ട ഒരു നിയോജക മണ്ഡലത്തിൽ BJP ഏത് തരേനയും പരാജയപ്പെടേണ്ട ഒരു മണ്ഡലത്തിൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഭിന്നിപ്പിച്ചുകൊണ്ട്